എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് സുസ്വാഗതം. പൂരുരുട്ടാതി 4-ാമത് പാദവും ഉത്രട്ടാതി 4 പാദവും രേവതി 4 പാദവും അടങ്ങിയതാണ് മീനരാശിക്കാർ. സൗമ്യമായ ഗംഭീരമായ നടത്തമാണ് മീനരാശിക്കാർക്ക്. നല്ല ഒരു ചിത്രകാരൻ വരച്ച ഒരു പെയിൻറ്റിങ് പോലെയും അല്ലെങ്കിൽ പ്രകൃതി രമണീയമായ ഭൂമി വിധാനത്തിൽ തുളുമ്പി നിൽക്കുന്ന ഒരു തടാകമായും അല്ലെങ്കിൽ പവിഴപ്പുറ്റുകളും വർണ്ണവർണ്ണ മീനുകളും നിറഞ്ഞ ഒരു മഹാസമുദ്രമായും ഇവരെ രൂപകൽപ്പന ചെയ്യാവുന്നതാണ്. മീനരാശിക്കാരിൽ ഭൂരിഭാഗം പേരും സുന്ദരന്മാരാണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല. മീനരാശിക്കാർ വിദ്യാഭ്യാസം കുറവാണെങ്കിലും, മീനരാശിക്കാർ ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതകളുള്ളവർ ഒരുപാടുണ്ട്, വിദ്യാഭ്യാസ യോഗ്യതകൾ കുറവാണാലും ഇവർക്ക് ലോക അറിവും ജ്ഞാനവുമൊക്കെ വളരെ അധികമാണ്. എപ്പോഴും പുതിയ പുതിയ വസ്ത്രങ്ങൾ അണിയണമെന്നും ആഡംബരമായിട്ടുള്ള ആഭരണങ്ങൾ ചാർത്തി സന്തോഷിക്കണമെന്നും ആഗ്രഹമുള്ളവരാണ് മീനരാശിക്കാർ. എപ്പോഴും വാസനദ്രവ്യങ്ങൾ സ്പ്രേയെല്ലാം അടിച്ച് ശരീരം ഒരു സുഗന്ധമായി വെച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് മീനരാശിക്കാർ. മീനരാശിക്കാർ ആണായാലും പെണ്ണായാലും അവരുടെ ജീവിതത്തിൽ എടുത്തു പറയാൻ പറ്റിയ ഒരു വ്യക്തി എപ്പോഴും ഉണ്ടായിരിക്കും. എടുത്തു പറയുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് മീനരാശിക്കാർക്ക് ഈ പഴയ സാധനങ്ങൾ ശേഖരിക്കുക, പഴയ സാധനങ്ങൾ വെച്ച് വീട് അലങ്കരിക്കുക, ആൻറ്റിക് സാധനങ്ങളെന്നൊക്കെ പറയുമല്ലോ, അത് ശേഖരിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ഒരുപാട് പേരുണ്ടാവും. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ മീനരാശിക്കാർ ഒരു സ്വതന്ത്ര പറവകളെ പോലെയാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. അത് ചില നേരങ്ങളിൽ സത്യമായി തന്നെ തീരാറുമുണ്ട്. ഈശ്വരൻ കനിഞ്ഞരുളി എന്ന് വേണം പറയാൻ. മീനരാശിക്കാർ മറ്റുള്ളവർക്ക് സഹായഹസ്തങ്ങൾ നീട്ടുന്നതിൽ വല്ലഭരാണ്. മീനരാശിക്കാർ ഒരുപാട് പേര്, മീനരാശിക്കാർ അധികം പേരും കലാകാരന്മാരും കലയിൽ താല്പര്യമുള്ളവരുമാണ്. ഈ മീനരാശിയിലുള്ളവർ ഒരുപാട് പേർ അഭിനയ രംഗത്തുണ്ട്. അത് നിങ്ങൾക്കും അറിയാവുന്നതാണ്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്താലോ പ്രവർത്തിച്ചാലോ അല്ലെങ്കിൽ പറഞ്ഞാലോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലോ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഉടനെ മനസ്സിലാക്കുന്നവരാണ് മീനരാശിക്കാർ. അതിനനുസരിച്ച് അവർ ഉടനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. വരുന്നതിന് മുമ്പ് തടുക്കുന്നവർ എന്ന് വേണേൽ പറയാം. വളരെ മനോഹരമായി, മധുരമായി, ചാതുര്യമായി സംസാരിക്കുന്നവരാണ് മീനരാശിക്കാർ. മറ്റുള്ളവരെ സംസാരിച്ച് മയക്കാൻ കഴിവുള്ളവർ എന്ന് വേണേൽ പറയാം. മീനരാശിക്കാരെ ആരും അത്ര ചെറുതായിട്ട് കാണാൻ പാടില്ല. കാരണം ഇവരുടെ മുമ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ വന്ന വ്യക്തി എന്തിനു വന്നു, ഏതിനു വന്നു, അവരുടെ മനസ്സിൽ എന്താണ്, എന്തുദ്ദേശമാണെന്നുള്ളത് മിന്നൽ വേഗത്തിൽ ഇവർ മനസ്സിലാക്കും. മീനരാശിക്കാരുടെ പ്രേമം, അതിനെക്കുറിച്ച് ഇവിടെ പ്രസ്താവിച്ചില്ലെങ്കിൽ ഇത് ഇവിടെ പൂർണ്ണമാകുന്നില്ല എന്നതാണ് സത്യം. ഇത് കേൾക്കുന്നവർ പ്രേമം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതം അല്ല എന്ന് മനസ്സിലാക്കണം. ഇത് പ്രേമം. ഇവരുടെ പ്രേമത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പ്രകൃതി പോലും പുളകിതമായി പോകും. ചില സമയം അതിനെക്കുറിച്ച് എഴുതാനിരുന്നാൽ പേനായിൽ മഷിയില്ലെങ്കിൽ പോലും എഴുതാം എന്ന് നമ്മൾ പറയേണ്ടി വരും. മീനരാശിക്കാരുടെ പ്രേമത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയിൽ ഏത് ഋതുവായിരുന്നാലും ആ സമയം കുളിർക്കാലമായി മാറാറുണ്ട്. ആർക്കും എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഇതുവരെ ജനിച്ചിട്ടുള്ള ഒരു കവിയുടെ ഭാവനയിലും വരാത്തത്ര മനോഹരമായ പ്രണയമായിരിക്കും മീനരാശിക്കാരുടേത്. ജ്യോതിഷം വെച്ച് നോക്കുമ്പോൾ, അതിൻ്റെ ബുക്കുകൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ കുറച്ചൊക്കെയുള്ള രൂപം. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ വിശദീകരിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വാക്കുകളുടെ ദൗർലഭ്യം ചിലപ്പോൾ വന്നേക്കാം. എന്നാലും മീനരാശിക്കാരുടെ പ്രണയം ശുദ്ധമായ തേനിന് സമം, മധുരിമ നിറഞ്ഞതും കാലം കടന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നതുമായ ഒരു സാധനം തന്നെയാണ് മീനരാശിക്കാരുടെ പ്രണയം.